പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ ഇത് കുറച്ച് മുൻപുള്ള ദൃശ്യങ്ങളാണ്. ആ തീപിടുത്തം ഉണ്ടായ സമയത്തുണ്ടായ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇവിടുത്തെ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു കഴിഞ്ഞു. പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് അവിടെ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പക്ഷേ കുറച്ച് മുൻപുള്ള ദൃശ്യങ്ങളാണ്. ലെവിനെ തുടർന്നോളൂ. സേതു, നിലവിൽ ഈ സാഹചര്യത്തിൽ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ആശ്വാസകരമായ കാര്യം. റെയിൽവേ ഉദ്യോഗസ്ഥരടക്കം ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. 100-ലധികം ബൈക്കുകളാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. റെയിൽവേ സ്റ്റേഷന്റെ 2ാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നിട്ടുള്ള പാർക്കിംഗ് ഏരിയയിൽ ബൈക്ക് ഷെഡിലാണ് തീ പടർന്നു പിടിക്കുന്നതും മറ്റും. രാവിലെ 5:40 കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. ഈ സമയത്ത് പ്രദേശത്ത് ചായ കുടിച്ചുകൊണ്ടിരുന്ന ആളുകൾ, തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന ആളുകൾ അവിടെ എത്തി ഈ നിൽക്കുമ്പോഴാണ് ഒരു വാഹനത്തിന്റെ ഒരു ഭാഗത്ത് നിന്നും, അതായത് ഈ ബൈക്ക് ഷെഡിന്റെ ഒരു അറ്റത്ത് നിന്നും ഒരു വാഹനത്തിൽ തീ പടരുന്നതും ഇവർ ഇത് നോക്കി നിൽക്കുമ്പോൾ തന്നെ ഈ വാഹനത്തിൽ നിന്ന് തീ പടർന്ന് അതിവേഗം മറ്റ് വാഹനങ്ങളിലേക്കും ബൈക്കുകളിലേക്കും ഒക്കെ വ്യാപിക്കുകയും പെട്ടെന്ന് തന്നെ പെട്രോളൊക്കെ നിറച്ച വാഹനങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതൊരു തീഗോളമായി മാറുകയും 100 വാഹനങ്ങൾ ഒരുമിച്ച് കത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ പറയുന്ന ആളുകൾ തന്നെ, തൊട്ടടുത്ത് കടന്ന ആളുകൾ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നു. അവർ അരമണിക്കൂറോളം സമയമെടുത്ത് എത്തുന്നു. അവിടെ എത്തുമ്പോൾ തന്നെ ഈ വാഹനങ്ങൾ പകുതിയിലധികം പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ചേർന്ന് തീ അണയ്ക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. വേഗത്തിൽ തന്നെ ഈ മറ്റ് തീ പടർന്നു പിടിക്കുന്നതും മറ്റും ഒഴിവാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം തീ നിയന്ത്രണ വിധേയമായി കഴിഞ്ഞു. ഇപ്പോൾ നമുക്കൊപ്പം കുറച്ച് മുൻപ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ PRO ഷെബി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം കണക്ട് ചെയ്യാൻ തയ്യാറായില്ല എങ്കിലും അദ്ദേഹം പറഞ്ഞത് ഈ തീപിടുത്തം പൂർണ്ണമായിട്ടും അവിടെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. വേറെ കാഷ്വാലിറ്റീസ് ഒന്നുമില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല, തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നാണ് തിരുവനന്തപുരം റെയിൽവേ PRO ഷെബി നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കുറച്ച് മുൻപുള്ള ഇങ്ങനെയായിരുന്നു തീപിടുത്തം ഉണ്ടായ സമയത്ത്. 5:40 കൂടി ഉണ്ടായ തീപിടുത്തം ഇതിപ്പോൾ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമായി. ഇനി പറയേണ്ടത് തീപിടുത്തത്തിനുള്ള കാരണമാണ്. ഇനി അറിയേണ്ടത് എന്തുകൊണ്ട് തീപിടിച്ചു, എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം. ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.